ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ലോഗാണ്. പിന്നെ ഇന്നത്തെ വ്ലോഗിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ട്. പ്രത്യേകിച്ച് നോമ്പ് സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും കഴിക്കേണ്ടതും കുടിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോകാം. ഇപ്പം നാട്ടിലെ കാലാവസ്ഥ എന്ന് പറയുമ്പം ഭയങ്കര ചൂടാണ്, സഹിക്കാനാവാത്ത ചൂടുള്ളൊരു കാലാവസ്ഥയാണ്. എല്ലാവർക്കും വെള്ളം കുടിച്ച് വയറ് നിറക്കാമെന്നല്ലാണ്ട് ഭക്ഷണം കഴിക്കാനൊന്നും വലിയ മൂടൊന്നും ഉണ്ടാവില്ല. അപ്പം ഇപ്പോൾ 2 ദിവസമായിട്ട് ചെറിയൊരു മഴയൊക്കെ ഉണ്ട്, ഒരു മൂടി കെട്ടിയ ഒരു കാലാവസ്ഥയാണ്. കുറച്ചൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. പിന്നെ നോമ്പ് വരികയാണ്. നോമ്പിന് ഇനിയിപ്പം എന്താ പാടുന്നുള്ളതൊന്നും അറിയില്ല. അത്യാവശ്യം ചൂടുള്ള സമയം തന്നെയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പതിവ് പോലെ തന്നെ ഇവിടെ നീർദോശയും പൊട്ടാറ്റോ സ്റ്റൂവും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അധികവും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗൊന്നും ചെയ്യാറില്ല. ഒന്നാമത് മടിയാണ്, പിന്നെ സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ചില കമൻസിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കമൻറ്റ് ചെയ്യുന്നത് രാവിലെ ദോശ ഒഴിക്കുന്ന സീനും അതുപോലെ ചായ ഒഴിക്കുന്ന സീനൊക്കെ ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ടെന്ന്. അപ്പം ഒരുപാട് സന്തോഷം, കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നാട്ടിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊന്നും കാണിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഡെയിലി ഞാൻ വ്ളോഗൊന്നും ഷെയർ ചെയ്യാത്ത കേട്ടോ, റെസിപ്പീസ് മാത്രം ആക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയും പിന്നെ സ്റ്റൂ ആണ്. ഇവിടെ എല്ലാവർക്കും വ്യത്യസ്ത ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഇഷ്ടം. കൂടുതലായിട്ടും നീർദോശയാണ് നമ്മളിവിടെ ഉണ്ടാക്കുക. പക്ഷേ നീർദോശ ഇഷ്ടമുള്ളത് ഇക്കാക്കും റീനുവിനും മാത്രമാണ്. നമുക്കാർക്കും അത്ര വലിയ താല്പര്യമില്ല. പിന്നെ റോസുവിനാണെങ്കിൽ ഒട്ടും തന്നെ നീർദോശയും ഈ പൊട്ടാറ്റോ സ്റ്റൂവും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അപ്പോൾ അവൾ ഓംലെറ്റ് ഉണ്ടാക്കുവാണ്. പുട്ടുണ്ടാക്കാത്ത ദേഷ്യമുണ്ട് എൻ്റെ കൂടെ. പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, നീ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കൂളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റത്തെ 2 തിരിച്ചിട്ടപ്പം കൊളായിപ്പോയി. അപ്പം വീണ്ടും ഉണ്ടാക്കുവാണ്. റീനും റൂഹിക്കും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. റോസ് ചെറിയ കുട്ടിയായ സമയത്താണ് ഞാൻ ബ്ലോഗും യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ഓർമ്മ വെച്ച സമയത്തൊക്കെ ഞാൻ ഈ റെസിപ്പി എടുക്കുന്നതൊക്കെ അവൾ കാണുന്നുണ്ട്. അപ്പം ഈ കുക്കിങ്ങിലൊക്കെ ഭയങ്കര താല്പര്യമാണ് അവൾക്ക്. പൊതുവേ കുക്കിങ്ങിലൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ അതുകൂടാണ്ട് അവളുടെ പേരിൻ്റെ സ്റ്റാർട്ടിങ്ങും ഐഷയാണ്, എൻ്റെ പേരിൻ്റെ സ്റ്റാർട്ടിങ്ങും ഐഷയാണ്. അപ്പോൾ എപ്പോഴും പറയുന്നതാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാനും ഐഷാസ് കിച്ചൻ ആവുമെന്നൊക്കെ. അതൊക്കെ ആവാനാണ്, അങ്ങനെയൊക്കെ ആ ഒരു ഫീൽഡിൽ പോകാനാണ് ഇപ്പം അവൾക്ക് താല്പര്യം കേട്ടോ. അപ്പം ഫുൾ ടൈം എൻ്റെ കൂടെ ഞാൻ നടന്നാൽ അതെങ്ങനെയെന്നൊക്കെ ചോദിച്ച് നടക്കും. അപ്പോൾ 3 ഓംലെറ്റ് ഉണ്ടാക്കേണ്ടി വന്നു. 3ാമത്തത് ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഹാപ്പിയായി. ഇനി പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. ബാക്കി 2 റീനും റൂഹിക്കും കൊടുത്തു. ഞങ്ങൾ സാധാരണ മാങ്ങ പഴുക്കുന്ന സീസണിലൊന്നും നാട്ടിലുണ്ടാവാറില്ല. ഇത് ഇക്ക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചൊരു മാവെന്ന് ഉണ്ടായ മാങ്ങയാണ്. പക്ഷേ ആ മാവിൽ മാങ്ങ ഉണ്ടാകുന്ന സമയത്തൊന്നും നമ്മൾ നാട്ടിലുണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങ ആദ്യത്തെ നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ നാട്ടിലുണ്ടായപ്പം അധികം മാങ്ങ ഉണ്ടായിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഉള്ള മാങ്ങ നമ്മൾ മൂപ്പ് ആയ സമയത്ത് തന്നെ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് എപ്പോഴും ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്. അപ്പം ആ ഒരു മാങ്ങ പഴുത്തു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, മാഷാ അല്ലാ. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ മാങ്ങ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വയറൊക്കെ നിറഞ്ഞു. വെള്ളം നല്ലോണം കുടിക്കുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ മീൻ മത്തിയും അതുപോലെ ഹമൂറാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കറി എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അപ്പോൾ ചോറ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം. ജുസ എന്ന് പറഞ്ഞുള്ള ബ്രാൻഡിൽ നിന്നാണ് ഈ പ്രൊഡക്ട്സ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇവർ ഹോൾ കേരള ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. അതുപോലെ ഹോൾ ഇന്ത്യ കൊറിയറായിട്ട് ഈ പ്രൊഡക്ട്സൊക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഗിഫ്റ്റ് ബോക്സിൽ നമുക്ക് നോമ്പിന് അത്യാവശ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതാണ് നമ്മുടെ കൂവപ്പൊടി. കൂവപ്പൊടിയുടെ ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. കൂവപ്പൊടി നോമ്പ് 30 ദിവസങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കുടിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. കുവ കാച്ചിയത് അല്ലെങ്കിൽ കുവ വിരകിയത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കുടിക്കുന്നത് നല്ലതാണ്. മൂത്രച്ചൂട്, അതുപോലെ നമ്മുടെ നോമ്പ് നോറ്റാലുണ്ടാവുന്ന ക്ഷീണം മാറാൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കൂവപ്പൊടി.
അപ്പോൾ ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ. അപ്പോൾ ഇതെല്ലാം അവർ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാണ്ട് ഒറിജിനലായിട്ട് മുളക് വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു പാക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അധികം പ്രൊഡക്ട്സ് ഒന്നുമില്ല, ഉള്ളതിങ്ങനെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് ഒക്കെയാണ് കേട്ടോ. ഇത് പിന്നെ നോർമൽ ചില്ലി പൗഡർ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടി, മഞ്ഞൾ വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി പൊടിക്കുന്ന കേട്ടോ. അതുപോലെ മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. അതിൽ നമുക്ക് മെയിനായിട്ട് ഇപ്പം അത്യാവശ്യമുള്ളത് കൂവപ്പൊടിയാണ്. അപ്പം ഞാൻ കൂവപ്പൊടി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ റെസിപ്പിയൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഹോൾ കേരള അവരുടെ ഹോം ഡെലിവറി സർവീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹോൾ ഇന്ത്യയിലാണെങ്കിൽ കൊറിയറായിട്ട് അവർ ഇത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻഡ് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള സമയത്ത് നോമ്പും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും മൂത്രച്ചൂട്, അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ നല്ല ക്ഷീണം, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും കൂവ കാച്ചിയതെന്ന് പറയും. അപ്പോൾ അത് നോമ്പ് 30 ദിവസങ്ങളിലും രാവിലെ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊക്കെ കുടിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒറിജിനൽ കൂവപ്പൊടി തന്നെ വാങ്ങിച്ചിട്ട് കുടിക്കാൻ നോക്കുക. ഇതിപ്പോൾ കണ്ടെടുത്തോളം എനിക്ക് ഒറിജിനലാണെന്ന് തോന്നാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വീട്ടിലുണ്ടാക്കാറുണ്ട് കൂവപ്പൊടി. അപ്പോൾ ആ ഒരു സെയിം ടെക്സ്ചറിലൊക്കെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ ഇങ്ങനെ കട്ടായിട്ട് കിടക്കുന്നുണ്ടല്ലോ, അതങ്ങനെയാണ് കൂവപ്പൊടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് കിട്ടില്ല. അതുപോലെ ഈ ഒരു പാക്ക് കണ്ടോ, പാക്കൊക്കെ നല്ല സീൽ ചെയ്തിട്ടുള്ള പാക്കുകളാണ്. അപ്പോൾ നമുക്കിതുപോലെ കുറച്ചൊരു ബൗളിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് തന്നെ എടുത്ത് വെക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പം കേടാവാണ്ടിരിക്കാനും വളരെ നല്ലതാണ് ഇങ്ങനെ പാക്കിലൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് നമുക്കിത് ഒരു നേരത്തേക്കൊക്കെ ഒരു 5-6 ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടാക്കാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ കൂവപ്പൊടി മതിയാവും കേട്ടോ. നല്ല റേറ്റാണ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം, ഇതിനും നല്ല റേറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ റേറ്റ് കൊടുത്തിട്ട് നമുക്ക് ഒറിജിനൽ സാധനം തന്നെ കിട്ടണം, അത്രയേ ഉള്ളൂ. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ സീൽ ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എയറൊക്കെ പുറത്തേക്ക് കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ സീൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ കേടാവില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ കൂവപ്പൊടി, ഇങ്ങനത്തെ പൊടികളൊക്കെ നമ്മൾ എയർ കടക്കാത്ത രീതിയിൽ വേണം പാക്ക് ചെയ്ത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും റെഡിയായി, അതും സെറ്റായി. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂവ കാച്ചിയതാണ്. ഇത് നോമ്പ് 30 ദിവസങ്ങളിലും പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് കൂവപ്പൊടിയും അതിലോട്ട് ഒരു 3-3.5 കപ്പ് വെള്ളം, തണുത്ത വെള്ളമായിട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ടകളൊക്കെ ഉള്ള പൊടിയാണ് ഇട്ട് കൊടുത്തത്, പക്ഷേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ അതൊക്കെ പോകും കേട്ടോ. അതിനൊന്നും കട്ടകൾ ഉടക്കേണ്ടൊന്നും ആവശ്യം വരുന്നില്ല, പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, ചെറിയ ഫ്ലെയിമിലൊന്നും വെക്കണമെന്നില്ല. എന്നിട്ട് കൈ വിടാണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കൈ വിടാണ്ട് മിക്സ് ചെയ്യണം, അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇപ്പം നല്ല വെള്ള കളറിലാണ് കാണുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഗ്ലാസ് കളർ കിട്ടും. അപ്പോൾ ഇതാ ഇങ്ങനെ ഏകദേശം കുറുകി വരുന്നുണ്ട്, കട്ടിയായിട്ട് വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും. വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, കാരണം ഇത് നമുക്ക് ഭയങ്കര ലൂസായിട്ട് വേണം കുടിക്കാൻ. കട്ടിയിലല്ല ഇത് കുടിക്കുന്നത്. കൂവ കാച്ചിയതെന്ന് പറയും. നമ്മൾ തരിക്കഞ്ഞൊക്കെ കുടിക്കുന്നതിന് പകരമാണ് ഇത് അന്ന് പണ്ട് കാലങ്ങളിൽ കുടിച്ചിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പും പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ ഉപ്പിട്ടിട്ട് മാത്രം കുടിക്കാവുന്ന കേട്ടോ. നോമ്പ് നോറ്റാലുണ്ടാകുന്ന ക്ഷീണമൊക്കെ മാറാൻ ഒരുപാട് നല്ലതാണ്. പിന്നെ ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കാൻ, ഞാൻ ചേർത്തിട്ടില്ല, കാരണം പണ്ട് കാലങ്ങളിൽ ഏലക്കപ്പൊടി ഒന്നും ചേർക്കാറില്ല. അതിന് പകരം നമ്മളിത് ഇതിന് മുകളിൽ തൂമിച്ചൊഴിക്കും. അതായത് നമ്മൾ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് നെയ്യിൽ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കും. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ ഭയങ്കര ഒരു മാറ്റം ഉണ്ടാവുക. ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂവ കാച്ചിയത് റെഡിയായി. വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ.
ഇങ്ങനെ തൂമിച്ച് ഒഴിക്കാണ്ട് നമ്മൾ അത് പ്ലെയിനായിട്ട് കുടിക്കുമ്പോൾ വേറൊരു ഫ്ലേവറാണ്. പക്ഷേ തൂമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ തന്നെ കുടിക്കുക. ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണമെങ്കിൽ കുടിക്കുക, അല്ലെങ്കിൽ ഇത് തണുപ്പിച്ചിട്ടും കുടിക്കുക. അപ്പം കട്ടിയായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം, ചൂടുവെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. വിശപ്പ്, ദാഹം, അതുപോലെ ക്ഷീണം മാറാൻ എല്ലാത്തിനും നല്ലതാണ് ഈ ഒരു ഡ്രിങ്ക്. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഒരു ഹെൽത്തിന് നല്ലൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇത് ഉപ്പിട്ടിട്ട് മധുരമൊന്നും ചേർക്കാണ്ട് ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറുക്ക് കൊടുക്കുന്നതിന് പകരം ഇതിൽ പാലൊഴിച്ച് കുറുക്കിയിട്ട് കൊടുക്കാറുണ്ട്. അതും കുട്ടികൾക്ക് വളരെ നല്ലതാണ്. പെട്ടെന്ന് ദഹനമൊക്കെ കിട്ടാനൊക്കെ നല്ലൊരു സംഭവമാണ് അങ്ങനെ കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ കൂവ വിരകിയത്. ഇത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറയെ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിലോട്ട് ഞാൻ 2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തു, പിന്നെ വീണ്ടും 1 കപ്പും കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് ഒരു ഹൽവൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും, എന്നാൽ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് തേങ്ങ, ഒരു 3/4 കപ്പ് തേങ്ങയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ. പിന്നെ ഒരു 2 പീസ് ഞാൻ പനം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചക്കര ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞാലാണ് കുറുകി വരിക. അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആവണം. ഞാൻ ഉപ്പ് ഇപ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ, എന്നാൽ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് നമ്മൾ കട്ടിയിലെടുക്കും വേണ്ട, എന്നാൽ ഭയങ്കര ലൂസായിട്ട് എടുക്കും വേണ്ട. അപ്പോൾ പാനിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്നൊരു പരുവാവും പെട്ടെന്ന് തന്നെ. അതുപോലെ ശർക്കര ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ഇന്നത്തെ കാലത്ത് ഈ കൂവപ്പൊടി വെച്ചിട്ടുള്ള വിരകിയതോ ഡ്രിങ്ക്സോ ഒന്നും ആരും ഉണ്ടാക്കാൻ നോക്കാറില്ല. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളോളം വരില്ല വേറെ ഒന്നും, പ്രത്യേകിച്ച് നോമ്പ് സമയത്ത്. അപ്പോൾ ഇവിടെ ഉമ്മ പറഞ്ഞത് പണ്ട് കാലങ്ങളിൽ നോമ്പ് 30 ദിവസങ്ങളിലും അവരെല്ലാവരും ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇന്ന് ഇങ്ങനത്തെ വിഭവങ്ങളൊന്നും ആരും ഉണ്ടാക്കാറില്ല. എല്ലാവരും വെറൈറ്റി സ്നാക്സും ഡ്രിങ്ക്സൊക്കെയാണ് ഉണ്ടാക്കാറെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. കാരണം പ്രത്യേകിച്ച് ചൂട് സമയമാണ് അത്. അപ്പോൾ നോമ്പിന് അധികം ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റാത്തവർ, എന്നാലോ ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ പറ്റിയ നല്ല 2 വിഭവങ്ങളാണ് ഇന്നിപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്, കൂവപ്പൊടി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉമ്മ കൂവപ്പൊടി വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഇത്തവണ ഞാൻ കൂവ പറിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മളടുത്ത് കൂവപ്പൊടി ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ഒറിജിനലായിട്ട് കിട്ടിയപ്പോൾ പിന്നെ സമാധാനമായി. എന്തായാലും ഞാൻ അന്ന് പറിച്ച് വെച്ചുള്ള കൂവ ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇങ്ങനെ അരച്ച് പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ അത്യാവശ്യം മെനക്കെട്ട പണി തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് വീട്ടിലുണ്ടാക്കിയത് കിട്ടുവാണെങ്കിൽ വളരെ നല്ലതല്ല. അപ്പോൾ ഇതിപ്പം അങ്ങനെ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ജൂസ ബ്രാൻഡിൻ്റെ കൂവപ്പൊടി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കൂവ വിരകിയത്, കൂവയുടെ ഡ്രിങ്ക് ഉണ്ടല്ലോ നമ്മൾ ആദ്യം കഴിച്ചത്, അത് നമ്മൾ ഈ തരിക്കഞ്ഞൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അതിൽ നമ്മൾ സേമിയൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വെറൈറ്റി കിട്ടും. ഞാൻ പിന്നെ വെറൈറ്റി ഉണ്ടാക്കാൻ നോക്കിയില്ല, കാരണം നമ്മുടെ പഴമയുള്ള റെസിപ്പിയല്ലേ നമുക്കിപ്പോൾ ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമുക്ക് കോൺഫ്ലോറിന് പകരം അല്ലെങ്കിൽ കസ്റ്റർഡ് പൗഡറിനൊക്കെ പകരം നമുക്ക് കൂവപ്പൊടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ പിന്നീട് വേറൊരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഈ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ പിന്നീട് കമ്പനിയിൽ നോക്കാം, ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് അലക്കുന്നത്. എന്തോ ഡെയിലി അത്യാവശ്യം അലക്കാനും ഉണ്ടാവും. എന്നാൽ എനിക്ക് ഒട്ടും തന്നെ, വാഷിംഗ് മെഷീനാണ് അലക്കുന്നത്, എന്നാലും എനിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അലക്കുന്ന പണി ഒട്ടും തന്നെ ഇഷ്ടമല്ല. പക്ഷെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പം ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും അതും ഭയങ്കര പാടാണ്. അതിലോട്ട് ഇട്ട് കൊടുക്കാൻ എന്തോ ഒരു മടിയാണെന്നറിയോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ റൂയിമോൾക്ക് റീനു ഫുഡ് കൊടുക്കുന്നുണ്ട്. കാക്കനെയും പൂച്ചനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേണം ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് മുഖത്തേക്കൊന്ന് സൂം ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് മുഖത്ത് കുറേ കളറിൻ്റെ പാടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ റോസും അവിടെ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് കളറൊക്കെ എടുത്ത് മുഖത്തൊക്കെ കാലിലും കയ്യിലൊക്കെ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. നല്ല വികൃതിയാണിപ്പോൾ.
റൂഹിൻ്റെ മെയിൻ ജോലി എന്താണെന്ന് വെച്ചാൽ റോസുവിനെ എങ്ങനെയെങ്കിലും ദേഷ്യം പിടിപ്പിക്കാന്നാണ്. റോസുവിൻ്റെ സാധനങ്ങൾ എടുത്ത് കളിക്കലും അവളെ എന്തെങ്കിലും പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കൽ, എന്തെങ്കിലും ആക്കി ദേഷ്യം പിടിപ്പിക്കുക എന്നാണ്. റോസു ആണെങ്കിൽ അതിൽ വീഴും ചെയ്യും കേട്ടോ. പെട്ടെന്ന് ചൂടാവലും കരയലൊക്കെ കഴിയും റോസു. പിന്നെ നേരത്തെ നമ്മൾ അൺബോക്സിങ് വീഡിയോ എടുക്കാൻ പോയപ്പം ചോറ് അതിൻ്റെ ഇടയ്ക്കൊന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചോറ്, മുരിങ്ങക്കായ് തേങ്ങ അരച്ച കറിയും, പിന്നെ മത്തനും പയറും കൂടിയുള്ള കൂട്ടാൻ, പിന്നെ ക്യാബേജ് ഉപ്പേരി, പിന്നെ മീൻ വറുത്തതുണ്ട്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇതൊക്കെയാണ് വിഭവങ്ങൾ. പിന്നെ വീട്ടിലുണ്ടായ നല്ല പഴുത്ത പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്ന ശേഷം ഇപ്പോൾ പപ്പായ നല്ലോണം കഴിക്കുന്നുണ്ട്, അത് നല്ലോണം കിട്ടുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ പിന്നെ അതൊക്കെ ആയിരിക്കും മിസ്സാവുന്നത്. പിന്നെ ഉപ്പയും മീൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട്. അപ്പം അവർ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. തറവാട്ടിൽ ഉണ്ടായ മാങ്ങയാണ്, പഴുപ്പിക്കാൻ വെച്ചതായിരുന്നു ഇവിടെ ഉപ്പ. അപ്പോൾ പഴുത്തപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത മാങ്ങ വീട്ടിലുണ്ടായത്. അപ്പോൾ മാങ്ങയും പിന്നെ വീട്ടിലുണ്ടായ പഴം തന്നെയാണ്, അപ്പോൾ രണ്ടും കൂടി കൊണ്ടുവന്നതാണ്. പിന്നെ നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് ഏതായാലും അവരൊക്കെ വന്നല്ലേ, അപ്പോൾ പിന്നെ നെയ്ച്ചോറും കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണിതൊക്കെ. അപ്പം അതിനുള്ള സവോളയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കുവാണ്. ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ നെയ്ച്ചോറാണത്. അപ്പോൾ ആ ഒരു നെയ്ച്ചോറ് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെയുള്ള ചിക്കൻ കുറുമ, അതും ഞാൻ മുമ്പ് ഒരു റെസിപ്പി വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കുറുമയുടെ റെസിപ്പിയാണ്, അതും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈയുമാണ്. അപ്പം നമ്മൾ ഗസ്റ്റൊക്കെ വീട്ടിൽ പെട്ടെന്ന് വരുമ്പം നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നാൽ എങ്ങനെയായാലും പണികളൊന്നും ഒതുങ്ങൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് റെസിപ്പീസ് എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ആവശ്യമുള്ളവർക്ക് തൊട്ട് മുമ്പത്തെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിൻഡ് കമൻറ്റിൽ ആ റെസിപ്പി ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ഇൻഷാ അല്ലാ. അങ്ങനെ പിന്നെ നെയ്ച്ചോറ് റെഡിയായി, കറിയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ ചിക്കൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം തിരക്കിട്ടിട്ടായിരുന്നു ചെയ്തിരുന്നായിരുന്നു, കാരണം പെട്ടെന്ന് വന്നല്ല അവർ. അങ്ങനെ പിന്നെ ചോറും കറിയും ഫ്രൈഡും അതുപോലെ പപ്പടും തൈരും എല്ലാം റെഡിയായി. പിന്നെ കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടാക്കി. പിന്നെ ഉമ്മാക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ നോമ്പൊക്കെ തുറന്ന ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത് കേട്ടോ. അപ്പം അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരു തിരക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും പതിവ് പോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.